ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിക്കായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന്. അങ്ങനെ തന്നെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഗൈസ്, രാവിലെ എഴുന്നേറ്റ് ഹാളിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ തുടങ്ങുകയാണ് എൻ്റെ ഒരു ദിവസം. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. കുറേ നാളായി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി എൻ്റെ സൗണ്ട് പോയി, ഇതെല്ലാം എൻ്റെ സൗണ്ട്. ഞാൻ സംസാരിക്കുന്നത് എന്തോ വേറെ സൗണ്ടാണ് കൊടുത്തിരുന്നത്. ഒന്നാമത് എനിക്ക് ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ അന്നൊക്കെ ഞാൻ ഫുൾ ഡൗൺ ആയിരുന്നു. അതാണ് വീട്ടിലെത്തിയ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നത്, പനിയായിരുന്നു. ഇപ്പോഴും സൗണ്ട് ക്ലിയർ ആയിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു സൗണ്ടാണ് വരുന്നത്. ഞാനെല്ലാം സംസാരിക്കുന്നത് ഇതെല്ലാം എൻ്റെ സൗണ്ട് വേറെയാണ്. പിന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അന്നേരം രാവിലെ എഴുന്നേറ്റ് മുതലുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. മിറർ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡാക്കും. പിന്നെ നമുക്കിനി ഞാൻ മുറ്റത്തുള്ളത് കാരണം ഉള്ളിൽ ഭയങ്കര സൗണ്ടാണ്. ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിൻ്റെ ഉള്ളും കാര്യങ്ങളൊന്നും ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചായ കുടിക്കാൻ പോകാം. ചായ കുടിക്കുന്ന വീഡിയോ ഞാനിടാം. എന്തൊക്കെയാണെന്ന് കഴിക്കുന്നത്, എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 7:45 ഞാൻ ഇന്ന് ഏർലി മോർണിംഗ് എഴുന്നേറ്റു. ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് 7:30 ഞാൻ ആക്ച്വലി എണീക്കുന്നത് 8:10 ആ ടൈമിലാണ്. ഇന്നിപ്പോൾ വീഡിയോ എടുക്കണമല്ലോ, വീഡിയോയും കൂടി എടുത്താൽ എനിക്ക് ഫുൾ ടൈം പോകും. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ തിരക്ക് പിടിച്ച് ഓടുക ചെയ്യൽ. ഇങ്ങനെ 8 മണിക്ക് എണീറ്റ് 9:15 പോകുന്ന ആളാണ് ഞാൻ. 1 മണിക്കൂർ കൊണ്ട് കുളിയും ചായ കുടിക്കലും ഓട്ടവും പാച്ചിലൊക്കെയാണ്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റ്. കുറച്ച് നേരത്തെ ആകുമ്പോൾ 7:30 എൻ്റെ ഫ്രണ്ട് രാവിലെ വരുന്നുണ്ടായിരുന്നു. ഓള് വീട്ടിൽ നിന്ന് വരുന്നത്. അന്നേരം നമ്മൾ ഡോറ് തുറന്നു കൊടുക്കണേ. അങ്ങനെ 7 മണിയാകുമ്പോൾ ഓള് വിളിച്ച്. ഞാൻ 7:30 അലാറം വെച്ചത്. 7 മണിക്ക് എണീക്കേണ്ടി വന്ന്. പിന്നെ നമ്മൾ രാവിലെ ഒന്ന് ഫ്രഷ് ആയിട്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താ കഴിക്കാനുള്ളത് നോക്കാം. ദേവിയേച്ചി എന്താ ഉണ്ടാക്കിയെന്ന് നോക്കാം. നിങ്ങളെ ഹോസ്റ്റലിൻ്റെ മിറ്റും ഗായ്സ്, ഇന്ന് ദേവിയേച്ചി എന്താ ഉണ്ടാക്കിയത് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം. പുട്ടാകാനാണ് സാധ്യത. നോക്കാം എന്താണ്. യെസ് ഗായ്സ്, പുട്ടും പിന്നെ കടലക്കറിയുമാണ് ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കിയത്. ഞാൻ ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുന്നത്. ഗായ്സ്, ഹോസ്റ്റലായതുകൊണ്ട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല. 2 കട്ടിലിൻ്റെ നടുക്ക് ജനലിനോട് ചാരി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങണം. ഇനിയിപ്പം നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം മുഖം ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നത്. അപ്പോൾ ഒരു ടവല്, ഞാൻ എൻ്റെ ഫേസ് ടവല് അത് കൊണ്ടുവന്ന് തുടച്ചതിന് ശേഷം ബാക്കി ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് ടവലാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ തോർത്ത് വെച്ചിട്ടായിരുന്നു കോമൺ ആയിട്ട് മെയിലും തലയൊക്കെ തോർത്താൻ വേണ്ടിയിട്ട് ഒരു തോർത്ത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നല്ല പിമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നോർമൽ ക്യാമറയിലാണ്. പിമ്പിൾസ് വന്ന പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ട് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു സ്കിന്നിൻ്റെ. അതിപ്പോൾ ടവൽസ് കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്, ഫേസിന് വേറെ ടവല്, അതുപോലെ ബോഡിക്ക് വേറെ ടവല്, അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ ഈവൻ തലയ്ക്കും നമ്മൾ അങ്ങനെ മാറ്റി ചെയ്യണത് നല്ലത്. കാരണം തലയിൽ താരനുള്ളത് കാരണം നമ്മൾ ഒരു തോർത്ത് വെച്ചിട്ടാണ് തോർത്തുന്നത്. അത് തന്നെ എടുത്തിട്ട് മുഖത്തും ഒക്കെ ആക്കുമ്പോൾ താരം കാരണം നമുക്ക് കുറേ ഇച്ചിങ്ങും ചൊറിച്ചിലും അതുപോലെ ഫേസിൽ പിമ്പിൾസൊക്കെ കൂടാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ് ടവൽ ഇതാണ്. അത് വെച്ചിട്ട് എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് എത്ര ഫേസ് വാഷ് ഇട്ടാലും കുറച്ചും കൂടെ ഓയിൽ അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇതിൽ ഞാൻ മുന്നേ ബാഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഫേസ് സിറാണ് ഇട്ടത് ഇടുക. പിന്നെ ഡേം ഡോക്കിൻ്റെ നാസിൻ മെയ്ഡുള്ള ഒരു സിറുണ്ട്. ഇതാകുമ്പോൾ സ്കിന്നിൻ്റെ പാടുകൾ കാര്യങ്ങളൊക്കെ കുറയും എന്നാണ് പറയുന്നത്. 2 ടൈംസാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഞാൻ നൈറ്റ് യൂസ് ചെയ്യില്ല. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല. രാത്രി എന്നോട് മറന്നു പോകും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഒരു 1 ഡ്രോപ്പ് ഇവിടെ, 1 ഡ്രോപ്പ് ഇവിടെ, 1 ഡ്രോപ്പ് ഇവിടെ. കൂടുതലൊന്നും വാരി തേക്കരുത് കേട്ടോ, നല്ല കുരു വരും. കുരു മാത്രമല്ലോ, അതിനുള്ള കുറേ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ലിമിറ്റ് വരെ കുറക്കുള്ളൂ. അപ്പോൾ ഓരോ ഡ്രോപ്പ് വെച്ചിട്ട്, ഒരു ഡ്രോപ്പ് 1, 2, 3 ഡ്രോപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഫേസിൽ ഫുള്ളായിട്ട് ഒരുപാടൊക്കെ പെട്ടെന്ന് മാറുന്ന വെച്ചിട്ട്
ഒരുപാടെല്ലാം വാരിത്തേക്കറിട്ടാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ നല്ല ഓയിലി സ്കിന്നാണ്. എന്തെങ്കിലും തേച്ച അപ്പത്തേനും ഇത് ഇതിപ്പോൾ ഇടുന്നൊക്കെ വെറുതെ ഒരു 11 മണി കഴിയുമ്പോഴത്തേനും അതിൻ്റെ കത്തിക്കലാണ് കഴിയും. അയ്യോ കഴിച്ച് എൻ്റെ മോയ്സ്ചറൈസർ ഇതിനകത്ത് കാണുന്നില്ല. ഗൈസ് ഒരു മിനിറ്റ്, എൻ്റെ മോയ്സ്ചറൈസർ കാണുന്നില്ല, ഒന്ന് എടുത്തിട്ട് വരാം. സോറി ഗൈസ്, ഇന്നലെ യൂസ് ചെയ്തിട്ട് എവിടെയോ കൊണ്ട് ചാടിയതാണ്. അപ്പോൾ ഞാനിതാ ഇത് ചെറിയൊരു ബോട്ടിലാണ്. ഈ പ്ലമ്മിൻ്റെ റൈസ് വാട്ടറും നയസിൻമൈഡും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ജെൽ ടൈപ്പാണ് ഈ ഒരു സാധനം കേട്ടോ. നയസിൻമൈഡ് 2% ക്ലിയർ മോയ്സ്ചറൈസർ ജെൽ ക്രീം എന്നാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതിന് തന്നെ ഈ ചെറിയൊരു സാധനത്തിന് 150 രൂപ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് എങ്ങനെ ഉണ്ടെന്ന്. എല്ലാം എനിക്ക് പറ്റൂല, എൻ്റെ സ്കിന്നിന് പറ്റൂല, ഓയിലായതുകൊണ്ട്. ഇത് ജെല്ലാട്ടാ. ഇത് കണ്ട ഇങ്ങനെ ഒഴുകും, കഞ്ഞിവെള്ളം പോലെ തന്നെ ഉണ്ട്. കഞ്ഞിവെള്ളം നമ്മൾ കട്ടിയിലാക്കൂല, അതുപോലെ തന്നെ ഉണ്ട്. ഇത് റൈസ് വാട്ടറിൻ്റെ ആയതുകൊണ്ടാണ് അറിയില്ല. ഈ വരട്ടെ റൈസ് വാട്ടർ ആയതുകൊണ്ട് നല്ലതായിരിക്കും എന്ന് വെച്ചിട്ടാണ്. കുറച്ച് എടുത്താൽ തന്നെ കുറേ ഉള്ള പോലെ തോന്നും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇതാണ് മിനിമലിസ്റ്റിൻ്റെ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഞാൻ ഓയിലി ആയതുകൊണ്ട് ഇത് ഞാൻ മേടിച്ചിട്ട് തീർന്നേരം യൂസ് ചെയ്യാൻ ഉപയോഗിച്ചത്. അത്ര പെട്ടെന്ന് വീണ്ടും എൻ്റെ സ്കിൻ ടോണ് ഓയിലിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. ഇടുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഓയിലി ആവുന്നുണ്ട്. ലൈറ്റ് കാസ്റ്റ് കാര്യമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് ഓയിലി ആവുന്നുണ്ട്. എനിക്ക് അത്ര ലൈറ്റ് ആയിട്ടില്ല. വർക്കിന് പോകുന്നതിൻ്റെ കണക്ക് ഇതെല്ലാം ഞാൻ ഫാസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രം ഞാൻ ഇരുന്നിട്ട് ചെയ്യുന്നില്ല. ഞാൻ എഡിറ്റ് പടവടാ ചെയ്യുന്ന കാര്യങ്ങളോ. അപ്പോൾ നമ്മൾ സൺസ്ക്രീനും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീനിൻ്റെ മുകളിൽ പോൺസിൻ്റെ BB പ്ലസ് ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയത് BB പ്ലസ് ഞാൻ പോൺസിൽ തന്നെ യൂസ് ചെയ്ത് കൂടുതൽ. എന്തെല്ലാം ഉള്ളത് നോക്കണേ. എടുക്കാൻ ചെറുതല്ല, വർക്കിനും ഇത്ര എടുത്താൽ മതി കേട്ടോ. ചെറുക്കുന്നുള്ളൂ, മതി ഇട്ടാൽ മതി. ബേബി തന്നെ നമ്മൾ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ മറന്നു വെക്കും. പുറത്തേക്ക് അങ്ങനെ ഇതായിട്ട് കാണില്ല. കുറേ ടിൻ്റെ പിമ്പിൾസിൻ്റെ പാട് മറന്ന പോലെ ഒരു ഫീലിംഗ്. ഇനി വൈറ്റ് പൗഡറാണ് യൂസ് ചെയ്ത് കുറച്ച് അതും കൂടി ഇട്ടൊക്കെ. ഒന്ന് ക്ലിയർ ആയ പോലെ എൻ്റെ ഫേസിലെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡള്ളായ പോലെ ഒരു ഫീലില്ല. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒന്ന് ഐലൈനറും കൂടി ഇടണം. ഓ ഗൈസ്, ഞാൻ ഐലൈനർ എടുത്തിട്ടില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ തൽക്കാലം ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ടതിന് ശേഷം നമുക്ക് ഐലൈനറും കൂടി. അല്ലേ ഡ്രസ്സ് ഇട്ട് വന്നതിന് ശേഷം ലിപ്സ്റ്റിക് ഇട്ടാൽ മതി അല്ലേ?
ഇതാണ് നമ്മളെ റൂം. ഇതാണ് എൻ്റെ ബെഡ് വരുന്നത്. ഇത് സഫ്രാൻ്റെ ബെഡ്. ബാക്കി എല്ലാവരും ഉറങ്ങുന്ന പറഞ്ഞാൽ ഞാൻ ആരെയും കാണിക്കുന്നില്ല. ഇതാണ് ഞങ്ങൾ അലമാര. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സിങ് ഐറ്റംസൊക്കെ. ഇന്ന് ഏത് ഡ്രസ്സറൊന്നും അറിയില്ല, നോക്കാം. അവിടെ ഓഫീസ് പോയിട്ട് കേട്ടോ. ബൈ ബൈ. ദേവേച്ചി, ഇതാ ഞങ്ങളെ കുക്ക് കേട്ടോ. ഫുഡ് മെയിൻ ഫുഡിൻ്റെ ആണ്. ഓക്കെ പോവാണ് കേട്ടോ. ബൈ ബൈ ഗൈസ്. അപ്പോൾ 9:15 എനിക്ക് എത്തണം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലും ഓഫീസായിട്ട് ഒരു 2 മിനിറ്റ് പോലും ഇല്ല, അടുത്തന്നെയാണ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം തിരക്കായി പോയി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എത്ര സമയം കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് ടൈം മതിയാകില്ല. അപ്പോൾ 2 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് ഓഫീസിൽ പോയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇപ്പോൾ ഓഡിറ്റിങ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ അക്കൗണ്ട്സ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിലെത്തിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാം. ഗൈസ്, ഞാൻ ഓഫീസിലെത്തിയിട്ടുണ്ട്. വർക്കിംഗ് ടൈമിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാം. ഗൈസ്, അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാം. ഇവിടെ എത്തി. ദേവേച്ചി എന്താ ഫുഡ് ഉണ്ടാക്കിയാൽ നോക്കട്ടെ. വെച്ചോ ഗൈസ്. അപ്പോൾ 6:30 ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാസ് റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ചായ മാത്രം കഴിച്ച് പിന്നെ നെക്സ്റ്റ് ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നേരെ നെസ്റ്റോയിലേക്ക് വന്നു. കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ 6:45 ആയിട്ടുണ്ട് ടൈം. നെസ്റ്റോയിൽ പോയി ചിക്കൻ മേടിക്കണം. ഗൈസ്, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ, കുളിച്ച് ഫ്രഷായി. ഇന്നത്തെ ഫുൾ കഴിഞ്ഞു. ഇനി കുളിച്ച് ഫ്രഷും കൂടി ആയിക്കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. മേക്കപ്പും കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഇത് പ്യുവറാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ. രാവിലെ എഴുന്നേൽക്കുന്നു, വർക്കിന് പോകുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു, ഹോസ്റ്റലിൽ കയറുന്നു. ഇതൊക്കെയാണ് ജീവിതം. പിന്നെ സൺഡേയും സാറ്റർഡേയും കുറച്ച് ഇതാകും. ഇട ദിവസങ്ങളിൽ പുറത്ത് പോക്കുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ വീഡിയോയിലിടാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാലൊക്കെ